ഇന്നലെ നമ്മൾ ഏതെല്ലാം ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത് ഒന്ന് പറഞ്ഞോട്ടെ. കൈനമാറ്റിക് ലിങ്ക് Kinetic ഓർ link, എലമെന്റ്. ആ character. കൈനമാറ്റിക് ലിങ്ക് ഓർ എലമെന്റ്. എന്തായിരുന്നു Kin- കൈനമാറ്റിക് ലിങ്ക് ഓർ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നികേത് പറ. നികേത് ടെൽ മീ വാട്ട് ഈസ് എ കൈനമാറ്റിക് ലിങ്ക്. നികേതില്ലേ? സുലഭു പറ. സുലഭ്, ടെൽ മീ വാട്ട് ഈസ് എ കൈനമാറ്റിക് ലിങ്ക്. വിഷ്ണു സജീവൻ പറ. വാട്ട് ഈസ് എ കൈനമാറ്റിക് ലിങ്ക്? വൈശാഖ് സി പറ. കൈനമാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷയ് നമ്പ്യാർ പറ. കൈനമാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അതായത് ഇതിന്റെ ഭാഗമോ അല്ലെങ്കിൽ ആരാ ഒരു പറയുന്നത്? അക്ഷയ് നമ്പ്യാറാണോ പറയുന്നത്? ആ പറഞ്ഞോ പറഞ്ഞോ. പേര് തമ്മിൽ അല്ല, ഞാൻ ചോദിച്ച കൈനമാറ്റിക് ലിങ്ക് എന്താണ്? വാട്ട് ഈസ് എ കൈനമാറ്റിക് ലിങ്ക് ഓർ എലമെന്റ്? ജോയൽ ടോം ബാബു പറ. എന്തായിരുന്നു കൈനമാറ്റിക് ലിങ്ക് ഓർ എലമെന്റ് എന്ന് പറഞ്ഞത്? ഒരു മെഷീന്റെ ഈച്ച് പാർട്ട് ഒന്നിന് റിലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന ലിങ്കുകളാണ് കിനെമാറ്റിക്. അതായത് see, ഈച്ച് പാർട്ട് ഓഫ് മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റീവ് ടു സം അതർ പാർട്സ്. വെരി ഗുഡ്. ഏറ്റവും പ്രൈമറി പാർട്ട് ഓഫ് എൻ എഞ്ചിൻ ആണ് അല്ലേ? ഏറ്റവും ബേസിക് പാർട്സ് ഓഫ് എ മെഷീൻ. എഞ്ചിൻ എന്നല്ല, മെഷീൻ അല്ലെങ്കിൽ മെക്കാനിസം. മെക്കാനിസം നോക്കൂ നന്നായി, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് മെക്കാനിസം. സോ ബേസിക് പാർട്ട് ഓഫ് എ മെക്കാനിസം വിച്ച് ക്യാൻ മൂവ് റിലേറ്റീവ് ടു സം അതർ പാർട്ട്. ഇതിനാണ് നമ്മൾ കൈനമാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് അല്ലേ? ഇനി പ്രണവ് പറ. പ്രണവ് എന്ന് പറ. എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് ലിങ്ക് പറ. പ്രണവ് എൻ. എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് ലിങ്ക്. റനീഷ് പറ. എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് ലിങ്ക്. ഡിഫറൻഷ്യൽ തെറ്റ്. ഞാൻ ഡിഫറൻഷ്യൽ എന്നുള്ളൊരു വാക്യം തന്നെ ഉപയോഗിക്കാനാണ്. ഇല്ലെന്നാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കിയിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ ഞാൻ ചോദിക്കുമ്പോൾ. അതായത് ഇന്നലെയൊക്കെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റ് മിക്ക ആൾക്കാരും ക്ലാസ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. എത്ര കുറച്ച് എമൗണ്ട് ഓഫ് ടോപ്പിക്കാണ് ഒരു ദിവസം നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾ ആരും അപ്പൊ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. ഋത്വിക് പറ. ഋത്വിക്, എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് ലിങ്ക്. കണക്ടിംഗ് റോഡ് ആ പിന്നെ ഷാഫ്റ്റ്. ആ വെരി ഗുഡ്. അതായത് നമ്മൾ എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറയുന്നത്. നമ്മൾ പറയണം ഇപ്പം ഇഫ് യു കൺസിഡർ എൻ IC എഞ്ചിൻ അല്ലെ, ഒരു എഞ്ചിൻ എടുത്ത് നോക്കിയാൽ ആ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന കണക്ടിംഗ് റോഡ് ഈസ് വൺ ഓഫ് ദി എലമെന്റ് ഓർ കൈനമാറ്റിക് ലിങ്ക്. ഇഫ് യു ടേക്ക് എ ക്രാങ്ക് ദാറ്റ് ബിക്കംസ് another link or element of an IC engine. Piston, this is another link. Closed cylinder, that is another link. അല്ലേ? So taking an example, you have to, example of an IC engine, then you can explain each and every links of that particular
IC engine. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി വിനോഷ് പറ, വാട്ട് വേർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൈനമാറ്റിക് ലിങ്ക്സ്? What were the different types of kinematic links? വിനോഷ് ഇല്ലേ? നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കിപ്പോൾ അറിയില്ല എത്ര ആൾക്കാർ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നുള്ളത്, എത്ര ആൾക്കാരാണ് വെറുതെ ലോഗിൻ ചെയ്തിട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നില്ലെന്ന് അർത്ഥമുള്ള. ക്യാൻ എനിവൺ ഹിയർ? നിങ്ങളുടെ ക്ലാസ്സിന്റെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആരാ? യദുൽ ഹാരിഷ് വന്നിട്ടുണ്ടായിരുന്നു. യദുൽ ഹാരിഷ് എന്തെങ്കിലും റിപ്ലൈ തരാം. എന്താണ് ക്ലാസ്സിന്റെ ബിഹേവിയർ ഇങ്ങനെ? എല്ലാവർക്കും ഇന്റർനെറ്റ് പ്രശ്നം മറ്റേ പ്രശ്നം എന്നുള്ള പറയുന്നത് അത് സ്ഥിരം ന്യായമാണ്. ഇത് കേട്ട് മതിയായി, അതിൽ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം അതിൽ കാര്യമൊന്നുമില്ല എന്നുള്ളത്. അല്ല, ഈ കൈൻഡ് ഓഫ് റെസ്പോൺസ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഇതിപ്പം വെറുതെ ഇതിപ്പോ എന്തോ ഒരു പ്രശ്നം പോലെയല്ലേ. നമ്മൾ വെറുതെ കുറെ പ്രസന്റേഷൻസ് ആക്കാൻ, ഇപ്പൊ ഞാൻ ഇവിടെ ഈ ബോർഡ് സെറ്റ് ചെയ്യാനും ഈ മൊബൈൽ പിടിപ്പിക്കാനും ഇതിനൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ വീഡിയോകളെ പോലെ ഇരിക്കുമല്ലോ. ഞാനിപ്പോ എത്ര ആൾക്കാർ പേര് വിളിച്ചു, എത്ര ആൾക്കാർ, ഒരാൾ ഒരു റെസ്പോൺസ് അറ്റ്ലീസ്റ്റ് ഒരു ആ മൈക്ക് ഓൺ ചെയ്തിട്ട് ഹലോ സർ എന്ന് പറയാനുള്ള ഒരു കേർട്ടസ് പോലും കാണിച്ചിട്ടില്ലല്ലോ. ഇതെന്ത് റെസ്പോൺസ് ആണിത്? നിങ്ങൾക്ക് 8:30 എണീറ്റിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുകയുണ്ട്. ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്കിത് എത്ര പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യണം. പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടല്ല മെക്കാനിക്സ് ഓഫ് മെഷീനറി ഇത്രയും കാലമായിട്ട് ആരും എടുക്കുന്നത്. ഇറ്റ്സ് എ ക്ലാസ് റൂം സബ്ജക്ട്, ബോഡി യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഞാൻ ഈ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ പോലും ഒരു ഹലോ പോലും പറയാണ്ട് നിങ്ങൾ ഇരിക്കുന്നതിന്റെ റെസ്പോൺസിന്റെ അർത്ഥം എന്താ? പിന്നെ നിങ്ങൾ, എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്ന ഈ സബ്ജക്റ്റിനെ. ഈ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് നോട്ട്സിന്റെ PDF അയച്ചു തന്നാലോ ഒരു PPT അയച്ചു തന്നാലോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകാൻ പറ്റില്ല. തമാശല്ല പറയുന്നത്. ഈ സബ്ജക്ട്സ് പഠിച്ച് നിങ്ങളുടെ സീനിയേഴ്സിനോട് സംസാരിച്ച് നോക്കുക. ഇഫ് യു ഹാവ് കോൺടാക്ട് വിത്ത് യുവർ സീനിയേഴ്സ്, ഡു ടോക്ക്. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. എനിക്ക് സീരിയസ്ലി ഹൗ കൻ ഐ നോ? ഇപ്പൊ എത്ര ആൾ ഈ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇല്ല, ഞാൻ ഒരുപാട് ആൾക്കാരെ പേര് വിളിച്ചില്ലേ, ഒരാൾ പോലും ആകെ 2 ആൾക്കാരെ അല്ല റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. വിഷ്ണു സജീവൻ, നികേത്, സുലഭ്, വിനോഷ്, വൈശാഖ്, കുറേ ആൾക്കാരെ പേര് ഞാൻ വിളിച്ചില്ല. ഒരാൾ പോലും ആ മൈക്ക് ഓൺ ചെയ്തിട്ട് വരില്ലല്ലോ. Three types of links are ഉണ്ടായിരുന്നത്. Classifications are of 3 types. Rigid, it undergoes no deformation. Flexible, which undergoes a partial deformation. And fluidic links. These were the 3 types of links. Now, after the discussion of links, we went on to discuss about kinematic pair. What was a kinematic pair? Whenever 2 links of a mechanism contact with each other. Contact with each other എന്ന് പറഞ്ഞാൽ മാത്രം അതൊരു കൈനമാറ്റിക് പെയർ ആവില്ല. Relative motion between them is completely or successfully constrained. Very good. That sentence is the most important thing while defining a kinematic pair.
See, if two links are in connection or in contact with each other and they do have relative motion. See, relative motion ഉണ്ടാവണം എന്നുള്ളത് ഒബ്വിയസ് ആണ്. അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ ലിങ്ക് എന്ന് വിളിക്കും. രണ്ട് ലിങ്ക് ചേരുമ്പോഴാണ് കൈനമാറ്റിക് പെയർ ആകുന്നത്. സോ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ റിലേറ്റീവ് മോഷൻ. Now, what kind of relative motion? That relative motion should be either completely constrained or successfully constrained. ഈ രണ്ട് രീതിയിലുള്ള മോഷൻ ആണെങ്കിൽ മാത്രമാണ് they do constitute a kinematic pair. Clear? Now, what was completely constrained motion? അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കൺസ്ട്രെയിൻഡ് മോഷന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ? എത്ര ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കൺസ്ട്രെയിൻഡ് മോഷന്? സർ 3. 3 classification. ഏതൊക്കെയായിരുന്നു? Completely constrained motion, Incomplete. incomplete constrained motion, successfully constrained motion. സക്സസ്ഫുള്ളി. വെരി ഗുഡ്. ഓക്കെ, കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷന്റെ ഒരു എക്സാമ്പിൾ പറയാം. Square bar. ആ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വേർഡ്സിൽ എഴുതാനും പറ്റും. സ്ക്വയർ ബാർ ഇൻ എ സ്ക്വയർ ഹോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹൗ ക്യാൻ യു റൈറ്റ് എ ഫ്യൂ സെന്റൻസ് അബൌട്ട് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ? Whenever two links are in contact and they have only a definite single motion in a single direction, അതാണ് completely constrained motion. Now, what was incompletely constrained motion? എന്തായിരുന്നു? Motion between pairs take place within more than one direction. Between pairs take place within more than one direction. വെരി ഗുഡ്. ഒരു എക്സാമ്പിൾ പറയാം. Square bar. Circular bar in a വെരി ഗുഡ്. സർക്കുലർ ബാറിന്റെ അല്ലെങ്കിൽ സർക്കുലർ ഷാഫ്റ്റിന്റെ സർക്കുലർ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, when you are learning technical subjects and when you are writing technical answers, see kinematic mechanism measure എന്ന് പറഞ്ഞ ടെക്നിക്കൽ സബ്ജക്റ്റ് അല്ല, നമ്മളെ ലൈഫ് സ്കിൽസ് പോലെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പോലെയുള്ള ഒരു ജനറൽ സബ്ജക്റ്റ് അല്ല. സോ ആ സമയത്ത് when you are writing the answers, നമ്മൾ എഴുതുന്ന ഓരോ വേർഡും സ്പെസിഫൈഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹൗ ക്യാൻ യു, ഇപ്പം ഇഫ് യു ആർ റൈറ്റിംഗ് അബൌട്ട് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻസ്, അന്നേരം എന്താ പറയണത്? മെമ്പേഴ്സ് ഓഫ് എ പെയർ എന്ന് പറയണം, അല്ലെങ്കിൽ ദ ലിങ്ക്സ് ഇൻ എ പെയർ അല്ലെ. നമ്മൾ വെറുതെ ദ പെയർ വിച്ച് വിൽ ഹാവ് മോഷൻ മോർ ദാൻ ഇൻ വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ടെക്നിക്കലി തെറ്റാണ്. നമ്മൾ എന്താ പറയണ്ടത്? ദ ലിങ്ക്സ് ഇൻ എ പെയർ വിച്ച് ഹാവ് റിലേറ്റീവ് മോഷൻ മോർ ദാൻ വൺ ഡയറക്ഷൻ അല്ലേ, അത് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് an incompletely constrained pair. Now, what was successfully constrained pair? Successfully constrained pair എന്തായിരുന്നു? motion between pairs is not completed by itself by some other means. Very good. Motion between the pairs are not completed by itself but by an external factor അല്ലേ. അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഇത്. ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറയാം. വെരി ഗുഡ്. ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് അല്ലെങ്കിൽ സർക്കുലർ ഹോൾ ഷാഫ്റ്റ് ഇൻ എ സർക്കുലർ ഹോൾ വിത്ത് എ കോളർ, COLLAR, കോളർ. സോ കൈനമാറ്റിക് പെയർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് വി കെയിം അപ്പോൺ വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താ? A pair to become a kinematic pair, the motion, relative motion between their links should be successfully or completely constrained എന്ന് പറഞ്ഞു. സോ ഇനി ഈ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ആൻഡ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ഒക്കെ വിട്ടിട്ട് ടെൽ മി എൻ എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് പെയർ. ഒരു കൈനമാറ്റിക് പെയറിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട്. ഇഫ് യു ടേക്ക് എൻ IC engine, ടെൽ മി എക്സാമ്പിൾ ഓഫ് എ കൈനമാറ്റിക് പെയർ. crankshaft. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ തെറ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് കണക്ടിങ് റോഡ് ആണ് എന്തെന്ന്? ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ കൈനമാറ്റിക് പെയർ അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് കണക്ടിങ് റോഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കൈനമാറ്റിക് പെയർ. വേറൊരു എക്സാമ്പിൾ പറ. റോഡും പിസ്റ്റൺ. സിലിണ്ടർ they constitute another kinematic pair. അടുത്തതോ ഒന്നുകൂടി പറ.
സ്ലൈഡർ ആൻഡ് സിലിണ്ടർ. അത് സ്ലൈഡറും സിലിണ്ടറും തന്നെയാണ് പിസ്റ്റണും സിലിണ്ടറും. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് പോകുന്നൊരു സാധനം, അതുകൊണ്ട് അതിനെ ജനറലായിട്ട് നമ്മൾ സ്ലൈഡർ എന്ന് പറയും. പക്ഷെ IC എഞ്ചിനിൽ അത് സ്ലൈഡർ അല്ല, ഒരു പിസ്റ്റൺ ആണ് അല്ലേ? വേറെ എക്സാമ്പിൾ പറ. ഷാഫ്റ്റും ഫ്ലൈവീലും അതവിടെ നിൽക്കട്ടെ. അത് ഒരു ജനറൽ കൈനമാറ്റിക് പെയർ അല്ല അത്. അതവിടെ നിൽക്കട്ടെ. വെരി ഗുഡ്. വാൾസ് ആൻഡ് ക്യാംഷാഫ്റ്റ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ കൈനമാറ്റിക് പെയർ. ഗുഡ്. നമുക്കിപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒന്നും കൂടി ഉണ്ട്. ഏതാണ്? കണക്റ്റിംഗ് റോഡും പിസ്റ്റണും. ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും ഒരു പെയർ അല്ലേ? പിസ്റ്റണും സിലിണ്ടറും മറ്റൊരു പെയർ. അതേപോലെ തന്നെയാണ് എന്തെന്ന് കണക്റ്റിംഗ് റോഡും പിസ്റ്റണും. ഓക്കെ. സോ കൈനമാറ്റിക് പെയർ. ഇനി ഒരു സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക് ഉണ്ട് വിച്ച് മേ കം ഫോർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. സെയിം വേ ഒരു 5 മാർക്ക് ചോദ്യം 4 മാർക്ക് ചോദ്യമായിട്ട് വരാൻ പോകുന്നത് വന്നിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് കൈനമാറ്റിക് പെയർ. 3 രീതിയിൽ ഇൻ ജനറൽ ദർ ക്യാൻ ബി 3 ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് കൈനമാറ്റിക് പെയർസ്. ഫസ്റ്റ് വൺ, according to the type of relative motion between the elements. കൈനമാറ്റിക് പെയർ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം 2 എലമെന്റ് എങ്കിലും വേണം. ഈ 2 എലമെന്റ് വെറുതെ വെച്ചാൽ പോരാ. ദേ ഷുഡ് ഹാവ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. സോ ആ റിലേറ്റീവ് മോഷന്റെ ടൈപ്പ് എന്താണ്? ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ. അടുത്തത്, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി എലമെന്റ്സ്. ഈ 2 എലമെന്റുകൾ തമ്മിൽ എന്ത് രീതിയിലുള്ള കോണ്ടാക്റ്റ് ആണ്, അതിൻ്റെ ബേസിലും വി ഹാവ് എ ക്ലാസിഫിക്കേഷൻ. തേർഡ് വൺ, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ക്ലോഷർ. ഈ 2 കോണ്ടാക്ട് ചെയ്യുന്ന എലമെന്റ്സും പരസ്പരം ഏത് രീതിയിലാണ് ക്ലോസ്ഡ് കണ്ടീഷനിൽ ആവുന്നത് എന്ന് അത് ഒരു എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബേസ്ഡ് ഓൺ ദീസ് 3 കാറ്റഗറീസ് യു ഹാവ് വാട്ട്? ക്ലാസിഫിക്കേഷൻസ് ഓഫ് കൈനമാറ്റിക് പെയർ. എന്തൊക്കെയാണ്? അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി എലമെന്റ്സ്, കോണ്ടാക്ട് ബിറ്റ്വീൻ ദി എലമെന്റ്സ്. മൂന്നാമത്തത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ക്ലോഷർ. വെരി ഗുഡ്. Now let us look into the details. First one, according to the type of relative motion between the elements. ഈ ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി എലമെന്റ്സിൽ നമുക്ക് ഉള്ള ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്ലൈഡിംഗ് പെയർ ഉണ്ട്. ട്യൂറിംഗ് പെയർ അല്ലാത്ത അത് ടേണിംഗ് പെയർ ആണ്. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ടേണിംഗ് പെയർ ആണ്. TURNING ആണ്. സെക്കൻഡ് വൺ ടേണിംഗ് ആണ്. ടേണിംഗ്. സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ ഞാൻ കറക്റ്റ് ചെയ്യാതെ. സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, റോളിംഗ് പെയർ, സ്ക്രൂ പെയർ ആൻഡ് സ്ഫെറിക്കൽ പെയർ. എന്തൊക്കെയുള്ളത്? സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, റോളിംഗ് പെയർ, സ്ക്രൂ പെയർ ആൻഡ് സ്ഫെറിക്കൽ പെയർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. വാട്ട് ഈസ് എ സ്ലൈഡിംഗ് പെയർ? സ്ലൈഡിംഗ് പെയറിന്റെ ഡെഫിനിഷൻ വിട്. എക്സാമ്പിൾ മാത്രം മനസ്സിലായിരിക്കും, അന്നേരം തന്നെ മനസ്സിലാവും. പിസ്റ്റണും സിലിണ്ടറും. പിസ്റ്റൺ ആൻഡ് സ്ലൈഡർ എന്ന് പറയുന്നത്, പിസ്റ്റൺ ഇറ്റ്സെൽഫ് ഈസ് എ സ്ലൈഡിംഗ് എലമെന്റ്. ഞാൻ നിങ്ങളുടെ ടേബിളിന്റെ വില നിങ്ങളെ പുസ്തകം വെച്ചിട്ടുണ്ട്. ആ പുസ്തകം വെറുതെ നിങ്ങളുടെ ടേബിളിന്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നീക്കിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത്? ദ ബുക്ക് ഈസ് സ്ലൈഡിങ് ഓവർ ദ ടേബിൾ അല്ലേ? ടേബിളിന്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്ത് പോകല്ലേ ചെയ്യുന്നത്. ഇതാണ് ഒരു സ്ലൈഡിംഗ് പെയർ. സിമിലർലി ഒരു IC എഞ്ചിൻ എടുത്താൽ പിസ്റ്റൺ എന്താണ് ചെയ്യുന്നത്? സിലിണ്ടറിന്റെ ഉള്ളിൽ കൂടെ റെസിപ്രോക്കേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? താഴേക്കും മേലേക്കും പോവല്ലേ ചെയ്യുന്നത്? അപ്പൊ അത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് സിംപ്ലി സ്ലൈഡിങ് ഓവർ ദ സർഫസസ് ഓഫ് ദ സിലിണ്ടർ അല്ലെ? സ്ലൈഡിങ് ഓവർ ദ ഇൻസൈഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ ആണ് സംഭവിക്കുന്നത് അല്ലെ? Am I right or not? That becomes a sliding pair. So slider and piston എന്ന് പറഞ്ഞാൽ തെറ്റാണ്. Because both are the same. രണ്ടും ഒന്നാണ്.
IC എഞ്ചിനിലെ സ്ലൈഡ് ചെയ്യുന്ന സാധനത്തിനെ ഞാൻ എന്ത് പറയും? പിസ്റ്റൺ എന്ന് പറയും, അല്ലേ? പക്ഷെ ഞാനൊരു മേശപ്പുറത്ത് ഒരു പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരുന്ന അത് പിസ്റ്റൺ ആവുമോ? ഇല്ല. ദാറ്റ് ഈസ് സിംപ്ലി എ സ്ലൈഡർ. അല്ലേ? മനസ്സിലാകുന്നില്ലേ? Such kind of pairs are known as sliding pairs. നിങ്ങൾ രണ്ട് എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഒന്ന് പിസ്റ്റണും സിലിണ്ടറും. രണ്ടാമത് റെക്ടാങ്കുലർ റോഡിന്റെ റെക്ടാങ്കുലർ ഹോൾ. നിങ്ങൾ സ്ക്വയർ റോഡിന്റെ സ്ക്വയർ ഹോൾ എന്ന് പറഞ്ഞില്ല, അത് തന്നെ, അതും സ്ലൈഡിംഗ് അല്ലേ? അടുത്ത നോക്ക്, ടേണിംഗ് പെയർ. ടേണിംഗ് ആണത് TURNING ആണ്. ടേണിംഗ് എന്താണ്? One pair revolves about the other element. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിൾ എടുക്കുക, വാതിലും വിജാഗിരിയും. മനസ്സിലാവുന്നുണ്ടാവും. കട്ടളേൻ്റെ മേലെ വാതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അല്ല പോട്ടെ, നിങ്ങൾ വിൻഡോ, നിങ്ങൾ ജനൽ തുറക്കുന്നത് എങ്ങനെയാ? ജനലിൻ്റെ പെയിൻ ഇല്ലേ, നമ്മൾ തുറക്കുന്ന ഗ്ലാസ് പെയിൻ, ആ ഗ്ലാസ് പെയിന് അതിൻ്റെ കട്ടളയായിട്ട് about that one it is revolving, അല്ലേ? റിവോൾവ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ എടുത്ത് വെച്ചോ, ഇത് നോക്ക്, ഇതിൽ നോക്ക്. സെക്കൻഡ് ലിങ്ക് ക്രാങ്ക്. ആ ക്രാങ്കിന്റെ ചുറ്റും ഒരു സർക്കിൾ വരച്ചിട്ടില്ലേ? ആ സർക്കിളിൽ ഒരു സെന്റർ ഇല്ലേ? ആ സെന്ററിലാണ് എന്തുണ്ടാവുക? ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവും, അല്ലെ? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. നമ്മളെ ഈ കാണുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ഞാൻ അവിടെ ഒരു പെൻസിൽ കുത്തി വെച്ചാൽ അതൊരു ക്രാങ്ക് ഷാഫ്റ്റ്. സോ crank is rotating about the crankshaft. They both form what? അത് രണ്ടും ഒന്നാണ്, ഒരു ടേണിംഗ് പെയർ ആണ്, അല്ലേ? ടേണിംഗ് പെയർ. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ഇൻസൈഡ് ദ ബെയറിംഗ്, റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ആൻഡ് എ സ്ലൈഡർ ക്രാങ്കിന്റെ സ്ലൈഡർ ക്രാങ്ക്, ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിലെ ക്രാങ്കിന്റെ റൊട്ടേഷൻ. ഇതൊക്കെ എന്താണ്? ദേ ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ടേണിംഗ് പെയർസ്. കറക്റ്റ്. Now, next one, rolling pair. Rolling pair എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. The wheel of an automobile and the road surface. വീല് റോൾ ചെയ്തുകൊണ്ടല്ലേ പോകുന്നത്, അല്ലേ? ഗ്രൗണ്ടിന് മേലെ കൂടെ റോൾ ചെയ്തുകൊണ്ടല്ലേ പോകുന്നത്. നിങ്ങളുടെ സൈക്കിളിന്റെ വീൽ റോൾ ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് റോളിംഗ് പെയർ. റോളിംഗ് പെയറും ടേണിംഗ് പെയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. വൺ ഈസ് റോളിംഗ്, അനദർ വൺ ഈസ് റിവോൾവിംഗ്. ടേണിംഗ് എന്ന് പറഞ്ഞാൽ റിവോൾവിംഗ് ആണ്, മറ്റേത് റോളിംഗ്. ഓക്കെ, അതൊരു റോളിംഗ് പെയർ ആണ്. സി, ബെൽറ്റ് ആൻഡ് പുള്ളി സർഫസസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ റോളിംഗ് പെയർ. പുള്ളീന്റെ മേലെ കൂടെ റോൾ ചെയ്തിട്ടല്ലേ ബെൽറ്റ് പോകുന്നത്. അടുത്തത് സ്ക്രൂ പെയർ. നട്ട് ആൻഡ് ബോൾട്ട് ആലോചിച്ചാൽ മതി. നട്ട് ഒരു എലമെന്റ് ആണ്, ബോൾട്ട് മറ്റൊരു എലമെന്റ് ആണ്. രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു കൈനമാറ്റിക് പെയർ ആണ്. പക്ഷേ അവർ തമ്മിലുള്ള കോൺടാക്ട്, ദ നേച്ചർ ഓഫ് ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ. സി, ഫസ്റ്റ് കാറ്റഗറൈസേഷൻ എന്തായിരുന്നു? ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ആണ്. സോ അതിൽ സ്ക്രൂ പെയർ എന്താ? ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് എ ബോൾട്ട് ആൻഡ് നട്ട്. സി, ഇൻ ദിസ് ടൈപ്പ് കോൺടാക്ടിംഗ് സർഫസ് ഈസ് ഹാവിംഗ് ത്രെഡ്സ്. ത്രെഡ് ഇല്ലേ? ത്രെഡ് കട്ടിങ് നിങ്ങൾ പ്രൊഡക്ഷൻ ലാബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? ചെയ്തിട്ടില്ല? എന്നാൽ ഈ സെമിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, S5 ഉണ്ടാവുക. അതായത് ഈ സ്ക്രൂവിന്റെ മേലെ കാണുന്ന സാധനമില്ല, അതിനാണ് ത്രെഡ് എന്ന് പറയാം. ഈ സ്ക്രൂവിന്റെ, അതായത് ഒരു നട്ടും ബോൾട്ടും എടുക്കുക. ഓക്കെ, നട്ട് എന്താണ്? നട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം, ബോൾട്ട് എന്ന് പറഞ്ഞാൽ നീളമുള്ള സാധനം, അല്ലെ? ബോൾട്ടിന്റെ എക്സ്റ്റേണൽ ആയിട്ടും ത്രെഡ് ഉണ്ടാവും, നട്ടിന്റെ ഉള്ളിലും ത്രെഡ് ഉണ്ടാവും, ഇന്റീരിയർ ആയിട്ടും ത്രെഡ് ഉണ്ടാവും. ഈ ത്രെഡ് തമ്മിലാണ് ഇന്റർലോക്ക് ചെയ്യപ്പെടുന്നത്. ദാറ്റ്സ് എ സ്ക്രൂ പെയർ. നൗ എ സ്ഫെറിക്കൽ പെയർ. സ്ഫെറിക്കൽ പെയർ എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആലോചിച്ചാൽ മതി. One element is in the form of a sphere and turns about the fixed element. Just remember about the ball and socket joint. See, you can example sliding pair. എന്താണ്? ഒരു സ്ക്വയർ റോഡിന്റെ സ്ക്വയർ ഹോൾ സ്ലൈഡിംഗ് മോഷൻ ആണ്. റോളിംഗ് പെയർ കണ്ട, ബെയറിംഗിന്റെ ഉള്ളിലെ ബോൾസ് ഉണ്ട്, ബോൾ ബെയറിംഗ്. ആ ബോൾ ഫുൾ ആ ബെയറിംഗിന്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യാം. അടുത്തത് ടേണിംഗ് പെയർ ഉണ്ട, ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഇൻസൈഡ് എ ബെയറിംഗ്. ബെയറിംഗിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ആ ഷാഫ്റ്റ് എന്താ ചെയ്യാം? സി, റോട്ടറി മോഷൻ എന്നുള്ള ഡയറക്ഷൻ കാണിച്ചിട്ടില്ല, എയറോ ഹെഡ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. നെക്സ്റ്റ് വൺ, സി, സ്ക്രൂ പെയർ. ബോൾട്ട് നെട്ടുന്നുണ്ടാവും. സി, ദ ലോങ്ങർ വൺ, ആ ലെങ്തിയർ വൺ ഇസ് ദ ബോൾട്ട് ആൻഡ് ദി സ്മോളർ വൺ, അതിന്റെ മേലെ ഇടുന്ന സാധനമാണ് എന്തെന്ന്? നട്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Okay. So bolt is having external threads while the nut is having internal threads.
correct? Yes, sir. Okay. And the last one, ആ യെല്ലോ കളറിൽ ആ കാണുന്ന സാധനമാണ് എന്തെന്ന്? അമർനാഥൊക്കെ ഇപ്പോഴാണ് വരുന്നത്, 9:15. ആ യെല്ലോ കളറിൽ കാണുന്ന സാധനമാണ് എന്തെന്ന്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, സ്ഫെറിക്കൽ പെയർ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കണ്ട, അതിലെ സോക്കറ്റ് എന്ന് പറയുന്നത് താഴെയുള്ള സാധനമാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ഫിയർ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളെ ആ ബോൾ പോകുന്നത്. ഈ ഗൈറോസ്കോപ്പിൻ്റെ എക്സ്പ്ലിക്കേഷൻസിലൊക്കെ വരുന്നത് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അത് ഗൈറോസ്കോപ്പ് എന്താണെന്നുള്ളതെല്ലാം പിന്നീട് മനസ്സിലാവും. ആ ഒരു എക്സാമ്പിൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റെ എക്സാമ്പിൾ ജുനൈദ് പി. ജുനൈദ് പി ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, sir. Okay. So these classifications were based on what? According to the type of relative motion. Very good. അപ്പോൾ according to the type of relative motion എത്ര classifications ഉണ്ട്? Sliding pair, turning pair, 5 sliding pair, turning pair, rolling pair, screw pair, spherical pair. 5 എക്സാമ്പിൾസ് ആലോചിക്കുക. ഓക്കെ, എക്സാമ്പിൾസ് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. സ്ലൈഡിംഗ് പാസ്, ടേണിംഗ് പാസ്, rolling pairs, rolling pairs, screw pair and spherical pair. So these were the classifications of kinematic pairs based on type of relative motion. Now, next category, according to the nature of contact, like type of contact between the elements. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ലോവർ പെയർ ആൻഡ് ഹയർ പെയർ. ഇത് വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ രണ്ട് ടേമും ദിസ് ഈസ് ഓഫ് ടു മച്ച് ഇമ്പോർട്ടൻസ് ബിക്കോസ് ഫർദർ വൈൽ വി മൂവ് ടു ദ ഫസ്റ്റ് മോഡ്യൂൾ യു വിൽ ഹാവ് ടു ലേൺ എ ടോപ്പിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ വൈൽ സ്റ്റഡിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ രണ്ട് ടേമും നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ലോവർ പെയർ എന്താണ്, ഹയർ പെയർ എന്താണ്. ബേസിക്കലി വാട്ട് ഇസ് ദ ലോവർ പെയർ ആൻഡ് ഹയർ പെയർ? ദേ ആർ classifications of kinematic pairs based on the nature of contact between the elements. എലമെന്റ്സ് തമ്മിലുള്ള കോണ്ടാക്റ്റിന്റെ നേച്ചർ. ആദ്യം എലമെന്റ്സ് ഉണ്ടാക്കുന്ന റിലേറ്റീവ് മോഷന്റെ നേച്ചറിലായിരുന്നു. രണ്ടാമത്തെ എലമെന്റ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന കോണ്ടാക്റ്റിന്റെ നേച്ചറിൽ അല്ലേ. ഫസ്റ്റ് വൺ ഈസ് ലോവർ പെയർ. ലോവർ പെയർ എന്താ? ഇഫ് എ പെയർ and its motion has surface contact between the elements. സർഫസ് കോണ്ടാക്ട് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് എലമെന്റുകൾ തമ്മിൽ. അങ്ങനെയാണെങ്കിൽ അതെന്തായി? they become they constitute a lower pair. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ലോവർ പെയറിന്റെ? Can anyone suggest an example? Piston and cylinder. Piston and cylinder. Good. കാരണം എന്താ? Piston slides over the surface of a cylinder. അല്ലേ? Piston cylinder. പിന്നെ വേറെ എക്സാമ്പിൾ പറ. Crankshaft and Tell me another example. പറഞ്ഞോ. crankshaft and piston. Crank and roll. Crankshaft and very good. അതും സർഫസ് കോണ്ടാക്ട് ആണ്. കാരണം എന്താ? അതിൻ്റെ ഇടയിൽ ബെയറിങ്സ് ഉണ്ടാവും അല്ലേ. ഈ രണ്ട് ലിങ്ക് നമ്മളിപ്പോൾ രണ്ട് കണക്ഷൻ പരസ്പരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഒരു ജോയിന്റ് ഉണ്ടാവില്ല അവിടെ. സോ രണ്ട് ഷാഫ്റ്റ് നമ്മളാണെങ്കിൽ there will be always bearings. So they definitely constitute what? A lower pair, because since inside the bearings also you will only have what? Surface contact. So അതാണ് ഈ ലോവർ പെയറിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ലോവർ പെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ടോപ്പിക് ഇല്ലേ, അക്കോർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ. സോ വാട്ട് എവർ ക്ലാസിഫിക്കേഷൻസ് യു ഹാവ് സ്റ്റഡീഡ് ദർ ഓൾ ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ ലോവർ പെയർ. അതായത് എന്തെന്ന്? Surface contact. Because the elements are constituting surface contact. Correct. That means sliding pairs lower pair ആണ്. Turning pairs they are also lower pairs. Rolling pairs lower pairs. Screw and spherical pairs all are lower pairs. Now the second classification is a higher pair. Higher pair എന്ന് പറഞ്ഞാൽ എന്താ? The elements have only a line or a point contact.
അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് യു ആർ സീയിങ് ഓൺ ദ സ്ക്രീൻ ആസ് എ ക്യാം ഫോളോവർ അല്ലേ? ക്യാം ഫോളോവർ അവിടെ നിൽക്കട്ടെ. വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വെരി ഗുഡ്. ഗിയേഴ്സ്. ഗുഡ്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ. ഗിയേഴ്സ്. രണ്ട് ഗിയർ തമ്മിലുള്ള കോൺടാക്ട് എന്താ? ദേ ഓൺലി ഹാവ് ലൈൻ കോൺടാക്ട്. സി ഗിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന പോലെ നോക്കരുത്. ഗിയർ വിൽ ഹാവ് ഗിയർ ടീത്ത് ഓൺ ഇറ്റ് സർഫസ്. ടീത്ത് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് എലമെന്റ് ആണ്. ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് എ സർഫസ്. സോ രണ്ട് ടീത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ സർഫസ് അല്ലേ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, ദിസ് ഇസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. സോ തിയറിറ്റിക്കൽ നമ്മൾ ഐഡിയൽ കണ്ടീഷൻസ് മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഗിയറിനെ കാട്ടിയും കുറച്ചും കൂടി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബെൽറ്റ് ഡ്രൈവ് ചിന്തിച്ച് നോക്ക്. ബെൽറ്റും പുള്ളിയും. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ തിക്ക് സാധനമാണ്, അതിനൊരു സർഫസ് ഉണ്ട് എന്നുള്ള അറിയാം. പുള്ളി ഓൾസോ ഹാസ് എ സർഫസ്, ദേ ഹാവ് കോൺടാക്ട്. പക്ഷേ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇൻ ദ, അല്ലെങ്കിൽ ഡോണ്ട് കൺസീവ് ഇറ്റ് ഇൻ എ മൈക്രോസ്കോപ്പിക് ലെവൽ. If you draw a schematic representation of a belt and pulley, the contact between the belt and pulley എന്തായിരിക്കും? That's a line contact അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ക്യാം ആൻഡ് ഫോളോവർ പറഞ്ഞോ. അപ്പൊ റോളിംഗ് പെയർ ഹയർ പെയറിൽ റോളിംഗ് പെയർ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. റോളിംഗ് പെയർ എന്ന് പറഞ്ഞാൽ എവറി റോളിംഗ് പെയർ നമുക്ക് ഹയർ പെയർ ആയിട്ട് പറയാൻ പറ്റില്ല. ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വൈൽ ടേക്കിംഗ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഐ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് വാട്ട് റോളിംഗ് പെയർ. കാരണം റോളിംഗ് പെയർസിന്റെ കേസ് സെപ്പറേറ്റ് ആണ്. ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് റിമെമ്പർ, ഹയർ പെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും certain റോളിംഗ് പെയർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വീൽ ഓഫ് എൻ ഓട്ടോമൊബൈൽ ആൻഡ് എ റോഡ് സർഫസ് എടുത്ത് നോക്കിയാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് എ ഹയർ പെയർ. കാരണം എന്തുകൊണ്ടാണ്? അതിന് തിക്ക് സർഫസ് ഉണ്ട് അല്ലേ? അതിനൊരിക്കലും നമുക്ക് സ്കിമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് തിക്ക് സർഫസസ്, സോ ദേ കനോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹയർ പെയർ. ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് റിമെമ്പർ ക്യാം ആൻഡ് ഫോളോവർ, ബെൽറ്റ് ആൻഡ് പുള്ളി. ഈ രണ്ട് എക്സാമ്പിൾ മനസ്സിലാക്കുക. കാരണം എന്തുകൊണ്ടാണ്? ക്യാമിനും ഫോളോവറിലും വരുന്നത് പോയിന്റ് കോൺടാക്ട് ആണ്. ഐ വിൽ ഷോ യു ദി എക്സാമ്പിൾ. സി, കാണുന്നുണ്ടോ? ഫിഗർ കാണുന്നുണ്ടോ? Yes, sir. ഫസ്റ്റ് ഫിഗർ ഈസ് ദ ഫിഗർ ഓഫ് ക്യാം ആൻഡ് ഫോളോവർ. ആ റെഡ് ഷേപ്പിലുള്ള സാധനമാണ് ക്യാം. അതിന്റെ മേലെയുള്ള ആഷ് കളേർഡ് ദാറ്റ് ലോങ് റോഡ്, ദാറ്റ് ഈസ് നോൺ ആസ് എ ഫോളോവർ. അതിന്റെ മോഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ക്യാമിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ കാണുന്നുണ്ട്. ആ ക്യാമിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ എബൌട്ട് ആയിട്ടാണ് ക്യാം റൊട്ടേറ്റ് ചെയ്യുക ഇൻ ദ ഡയറക്ഷൻ, ഇൻ ദ ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ വിച്ച് ഈസ് ഗിവൺ. ആ എയറോ ഹെഡിന്റെ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാറ്. ക്യാം ഓൾവേസ് ഹാസ് എൻ എക്സെൻട്രിസിറ്റി. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് വൺ പോയിന്റ്, ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആ ഫിഗർ എന്ന് പറഞ്ഞാൽ ദ ക്യാം ഈസ് കോൺടാക്ടിങ്, ക്യാം ഈസ് ടച്ചിങ് ദി ഫോളോവർ അല്ലേ? സോ വൺസ് ദ ക്യാം റിവോൾവ്സ് അറൗണ്ട്, അത് റൊട്ടേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പുറത്തെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താ എക്സെൻട്രിസിറ്റി പാസസ് ആൻഡ് ബോത്ത് ക്യാം ആൻഡ് ഫോളോവർ ഡസന്റ് ഹാവ് എ കോൺടാക്ട്. ഒരു കോൺടാക്ട് ഉണ്ടാവില്ലല്ലോ അവിടെ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അത് മൂവ് ചെയ്യുന്നത് ഇല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്നു ആലോചിച്ച് നോക്ക്. ആ ക്യാം ആഫ്റ്റർ ദാറ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് പാസസ്, രണ്ടും തമ്മിൽ എന്തായി? കോൺടാക്ട് ലൂസ് ആവും. ആൻഡ് അഗെയിൻ വെൻ ദ റെവല്യൂഷൻ കണ്ടിന്യൂസ്, ദെൻ അഗെയിൻ ദർ ഇസ് എ കോൺടാക്ട്, ദർ ഹാപ്പൻസ് എ കോൺടാക്ട്. സോ അവിടെ പോയിന്റ് കോൺടാക്ട് ആണ്. ആൻഡ് ഇപ്പുറത്താണ് ബെൽറ്റ് ആൻഡ് പുള്ളി കാണിച്ചിട്ടുള്ളത്. ബെൽറ്റ് ആൻഡ് പുള്ളിന്റെ സർഫസ് മൈക്രോസ്കോപ്പിക് ലെവലിൽ ചിന്തിക്കാൻ പാടില്ല. തിങ്ക് അബൌട്ട് ഇറ്റ് ആസ് എ സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ. ഓക്കെ, ടൈം ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, കുറച്ച് അധികമായി പോയി. എനിഹൗ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വിൽ ഡിസ്കസ് ഇൻ ദ ഫർദർ. ഇന്നൊരു അവറും കൂടിയുണ്ട്. വിൽ ഡിസ്കസ് ഇൻ ദാറ്റ് അവർ. ഇതിനുശേഷം വിൽ ഗോ ടു ബോട്ട് ടൈപ്പ് ഓഫ് സ്റ്റഡി. ഓക്കെ, സോ താങ്ക് യു ഫോർ അറ്റൻഡിങ്. ഇതിൽ ലാസ്റ്റ് ജോയിൻ ചെയ്ത അമർനാഥും ജുനൈദും അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അമർനാഥിനും ജുനൈദിനും ഈ അവർ അറ്റൻഡൻസ് വേണം. നെറ്റിന് എന്തോ ഇഷ്യൂ എന്ന് അറിയുന്നില്ല, ലോഗിൻ ചെയ്ത്. അതെ, ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത നെക്സ്റ്റ് അവറിൽ കാണാം. ഓക്കെ, താങ്ക് യു. മിസ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ. Thank you, sir. ഓക്കെ, ബൈ. Thank you, sir.
Yeah.